അച്ഛാ, അച്ഛൻ നിക്ക്, അവിടെ നിക്ക്. എങ്ങോട്ടേ പോകുന്നേ? എന്തെങ്കിലും ഒരു പിണക്കുണ്ടായാ അപ്പൊ ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാണോ ചെയ്യണ്ടേ? അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെ? എനിക്കാരോടും പിണക്കൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതെന്നോട് മാത്രമാണ്. കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ ഇത്രയ്ക്ക് സ്നേഹിച്ചു പോയതിന് പറക്കുമറ്റാത്ത 2 കുഞ്ഞുങ്ങളെ എന്നെ ഏൽപ്പിച്ച് ചന്ദ്രിയ അങ്ങ് പോയപ്പോൾ പലരും ഒരു 2ാം വിവാഹത്തിന് നിർബന്ധിച്ചതാ. അവരോടെല്ലാം ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ മതി, അവരുടെ സന്തോഷം കണ്ടാൽ മതിയെന്ന്. എന്നിട്ടതിനായോ? എൻ്റെ നിമിഷമോളെയും കൂടി അങ്ങ് എടുത്തു ദൈവം. എൻ്റെ ജീവിതത്തിൽ ക്രൂരതകൾ മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അയാൾ ആ സ്ഥാനത്തേക്കാ നീ വന്നത്. ദൈവത്തെ തോൽപ്പിച്ചെന്നൊരു അഹങ്കാരം ഉണ്ടായി എനിക്ക്. എൻ്റെ നിമിഷമോൾക്ക് കൊടുക്കാൻ കാത്തുവെച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ നിനക്ക് തരാലോ, ഒരു കടം വീട്ടിലായിട്ട്. പക്ഷെ ഒരു കാര്യം തന്നെ, നമ്മൾ കാണുന്ന പോലെ ആവില്ലല്ലോ മറ്റുള്ളവർ കാണുന്നത്. ഞാൻ ജീവനായി കണ്ട എൻ്റെ കുടുംബം നിനക്കൊരു സത്രം മാത്രമാണ്. ഞാനതിന്റെ കാവൽക്കാരനും. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലെങ്കിൽ നീ ഞാൻ പറഞ്ഞ അനുസരിക്കുമായിരുന്നു. നിനക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു തീരുമാനവും അച്ഛനെടുക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ. നിമിഷയായല്ല, ദൈവമായിട്ട് എന്നെ കാണാത്തതുകൊണ്ടാ അച്ഛനിപ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഞാനങ്ങനെ കണ്ടിട്ടില്ല. അച്ഛന്റെ നിമിഷ മോളാണ് ഇങ്ങനൊരു മറുവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമായിരുന്നോ? ഇല്ല അച്ഛ, അച്ഛൻ അവളെ പറഞ്ഞു തിരുത്തിയേനെ. ഞാൻ പറയുന്നത് അവള് കേൾക്കുന്നൊരു വിശ്വാസം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ മക്കളെ ഒറ്റയ്ക്കാക്കി പോയാ അവർക്ക് ആരും ഉണ്ടാവില്ല എന്നൊരു ആലോചനയെങ്കിലും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ. ജീവിതം പൊട്ടിച്ചിതറിപ്പോയ സഹോദരിയുടെ മോൾക്ക് അച്ഛൻ വെച്ചു നീട്ടിയ ദയയോ എന്റെ ഈ 2ാം ജന്മം. പഴയ ജീവിതത്തിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ആലോചിക്കാൻ ഒരു ഇത്തിരി സമയം എടുക്കുന്നത് ഒരു തെറ്റാണോ അച്ഛ? കുഞ്ഞുങ്ങൾക്കൊരു തെറ്റ് പറ്റിയാ അവരെ പറഞ്ഞു തിരുത്തുവാണോ അതോ വീട് വിട്ടിങ്ങനെ ഇറങ്ങി പോരുവാണോ വേണ്ടത്? ഈ ബാഗിൽ ഒതുക്കിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണോ അച്ഛന് ഞങ്ങളോടുണ്ടായിരുന്ന സ്നേഹവും ഹൃദയബന്ധവും ഒക്കെ? ദേവുവിനെ അല്ല, സ്വന്തം നിമിഷയാണ് അച്ഛൻ മുന്നിൽ കാണുന്നതെങ്കിൽ ബാഗിങ്ങതാ, എന്റെ കൂടെ വാ അച്ഛ. മോളെ, നിന്നെ നിമിഷക്കുട്ടിയായ അങ്ങനെയാണല്ലോ. എന്നാ പിന്നെ വാ, വാ എന്റെ കൂടെ വാ. ഈ വീട് തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പാണ് മാഡം. പക്ഷേ അതെങ്ങനെ ശരിയാവും? സുധാകരൻ വിറ്റ ആ ബൈക്കും ദേവുമായി എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സൂര്യൻ ആ ബൈക്കുകാരനെ അന്വേഷിച്ചു നടക്കുന്നത്. സൂര്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിദ്ധാർത്ഥന്റെ വീടാണിത്. ആ ബൈക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഈ വീട്ടിലുള്ള ആളാണെങ്കിൽ സൂര്യൻ എന്തിന് സുധാകരൻ അന്വേഷിച്ച് ഇവിടെ വരണം? ഒരു സാധ്യതയുണ്ട് മാഡം. ഈ വീട്ടിലുള്ള ആളാണ് ആ ബൈക്ക് വാങ്ങിച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ സൂര്യ സാറ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ? അതൊരു സാധ്യത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യൻ എത്രയും വേഗം ദേവുവിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതിനു മുമ്പേ ഒരു ഷോർട്ട് കട്ടിലൂടെ നമ്മൾ അവിടെ എത്തണം. മനസ്സിലായില്ല മാഡം. സൂര്യന് മുൻപേ നമ്മൾ ദേവുവിനെ കണ്ടെത്തണമെന്ന്. പക്ഷേ എങ്ങനെ മാഡം? ദേവു ദേവു എന്ന് പറയുന്നതല്ലാതെ ആളുടെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ നമ്മൾ. നേരെ മുന്നിൽ വന്ന് നിന്നാലും നമുക്ക് ദേവുവിനെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ.
ദേവുവിന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കണം. മോളെ, അച്ഛ, ഇവൾക്കെന്തോ അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന്. എന്താ മോളെ? അച്ഛൻ ഇനി ഞങ്ങളെ വിട്ട് പോവോ? പറ, ഞങ്ങളെ വിട്ട് പോവോന്ന്. ഇല്ല മക്കളെ, ആകെ തകർന്നു നിൽക്കുക അച്ഛൻ. നിങ്ങളായിട്ട് ഇനി അച്ഛനെ വിഷമിപ്പിക്കരുത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടല്ലോ കൊന്നാളെ ഞാൻ അച്ഛനെ. അച്ഛൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തു. അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, ഇനി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാ അച്ഛന്റെ ജീവിതം. അച്ഛനിനി ഒന്നിനും നിങ്ങളെ നിർബന്ധിക്കില്ല. അച്ഛ, സിദ്ധാർത്ഥന് വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാ. വേണ്ട, വേണ്ട മോളെ, അത് ശരിയാവില്ല. എന്താ അച്ഛ, എല്ലാം ശരിയായി വന്നപ്പോ അച്ഛനാണോ തടസ്സം? അങ്ങനെ എടുക്കേണ്ട ഒരു തീരുമാനമല്ല മോളെ കല്യാണം. അച്ഛന് വിഷമാവും, അച്ഛനെ സങ്കടപ്പെടുത്തണ്ടെന്നൊക്കെ വിചാരിച്ച ഇവളിപ്പോ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ വികാരപരമായി തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ലത്. ഇനിയുള്ള ജീവിതം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ തീരുമാനത്തെയാ. പ്രത്യേകിച്ചും ഇവളുടെ കാര്യത്തിൽ ഇനി ഒരു അബദ്ധം പറ്റാൻ പാടില്ല. അത് എനിക്ക് നിർബന്ധം. സിദ്ധാർത്ഥിന്റെ എന്നല്ല, ഒരു പയ്യന്റെയും കാര്യം പറഞ്ഞ് മോളെ ഇന്ന് ബുദ്ധിമുട്ടിക്കില്ല അച്ഛൻ. ഒറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ, കരിയർ ഫോളോ ചെയ്ത് ഉയരങ്ങളിലെത്താനാണെങ്കിൽ അങ്ങനെ. ഞാനുണ്ടാവും കൂടെ ആവതുള്ള കാലത്തോളം. മക്കളുടെ കണ്ണു നിറച്ച് എന്തെങ്കിലും നേടിയെടുക്കുമ്പോഴല്ല, സ്വന്തം കണ്ണു നിറച്ച് മക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴാ ഓരോ അച്ഛനമ്മമാർ ജയിക്കുന്നത്. ഇവിടെ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ജയിക്കാൻ പോവാ. അച്ഛ, ഞാൻ ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചത് അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള വികാരപരമായ ഒരു തീരുമാനമൊന്നുമല്ല. സിദ്ധാർത്ഥനെ എനിക്കിഷ്ടം തന്നെയാ. ആത്മാർത്ഥമായിട്ടുള്ള ആ ഇഷ്ടം ഹൃദയം കൊണ്ട് അറിഞ്ഞു തുടങ്ങിയതിൽ പിന്നെ ഓരോ നിമിഷവും ഞാൻ സിദ്ധാർത്ഥനിലേക്ക് മനസ്സുകൊണ്ട് അടുക്കുകയായിരുന്നു. വെറുപ്പ് കാട്ടിയതും അകലം പാലിക്കാൻ നോക്കിയതും ഒക്കെ
അയാളോടുള്ള അനിഷ്ടം കൊണ്ടല്ല. ഞാൻ അയാളെ സ്നേഹിക്കുന്നതുകൊണ്ടാ. എനിക്ക് ആ സ്നേഹത്തിന് അർഹതയില്ലെന്ന് തോന്നി. എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ അർഹിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥനെ പോലെ ചൊടിയും ചുണയുമുള്ളൊരു ചെറുപ്പക്കാരനെ എന്തിനാ? ഭൂതകാലത്തിന്റെ പ്രേതം ആത്മാവിൽ ചുമന്നു നടക്കുന്ന ഈ പെൺകുട്ടിയെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. പക്ഷെ അകറ്റി നിർത്താൻ ശ്രമിക്കും തോറും സിദ്ധാർത്ഥൻ കൂടുതൽ അടുത്തു. നിരുപാധികമായ ആ സ്നേഹം ഇനിയും എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഞാനും ഒരു മനുഷ്യജീവിയല്ലേ? സ്നേഹവും സാന്ത്വനവും പരിഗണനയൊക്കെ കൊതിക്കുന്ന ഒരു സാധാ മനുഷ്യജീവി. മോളെ, ഇവിടെ ഉള്ള ആരുടെയും കണ്ണു നിറയാതെ, ആരും ഒന്നും വിട്ടുകൊടുക്കാതെ നമ്മളെല്ലാരും ഒന്നിച്ച് ജയിക്കാൻ പോവാച്ച. ഹായ്, ഹാപ്പി മോർണിംഗ്. ഇത് കാർത്തിക മേനോൻ തമ്പുരാൻ മഠത്തിൽ സൂര്യനാരായണന്റെ ഹൃദയത്തിലേക്ക് തൊടുത്ത അമ്പ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ മുഖം തിരിച്ച എന്താ മനസ്സിലാക്കേണ്ടത്? രാവിലെ എണീറ്റ് തുടങ്ങിയ ജോലിയാ. അറ്റ്ലീസ്റ്റ് തരക്കേടില്ലെന്തെങ്കിലും ഒരു വാക്ക് പറയണം. എനിക്കിതിനൊന്നും സമയമില്ല. ഒരുപാട് ജോലിയുണ്ട്. അതിനിടയിൽ ഇതും വാരി എടുത്തോണ്ട് പൊയ്ക്കോ ഇപ്പൊ തന്നെ. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ബേബി, ഇതിന് പിന്നിലുള്ള എന്റെ എഫേർട്ട് ഒന്ന് മനസ്സിലാക്ക്. നിന്നെ ഒറ്റയാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇതൊക്കെ? ഏതെങ്കിലും പെണ്ണ് ഒരു പുരുഷന്റെ പിന്നാലെ നടന്ന് ഇത്രയൊക്കെ മെനക്കെടുവോ? പറയ. ഓക്കെ, എല്ലാം വിട്. സൂര്യന്റെ വൈഫ്, അല്ലല്ല എക്സ് വൈഫ്. എന്താ അവളുടെ പേര്? എന്താ ഓൾഡ് നെയിം? ദേവു. അവള് ചെയ്യോ? ഇനി എന്റെ ദേവുവിനെ പറ്റി ഒരു വാക്ക് മിണ്ടിയ നിന്റെ പല്ലുകൊണ്ട് പൂക്കളെ ഞാൻ. അവളെ നിന്നെ ഒന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ലടി. അവളുടെ കാലിൽ പുരളുന്ന മൺതരിയുടെ വില പോലും ഇല്ല നിനക്ക്. ഷീസ് ആൻ ഏഞ്ചൽ. ഓഹോ, ആയിക്കോട്ടെ.
ഈ പറഞ്ഞ ഏഞ്ചലിനെ ഞാനൊന്ന് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഒന്ന് കാണട്ടെ ഞാൻ അവളെ. ഏയ്! നോ. എന്റെ ദേവുവിനെ കാണാനും വേണോടി ഒരു യോഗ്യത. അത് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് നീ ഇവിടെ എത്തണം. ഒരു ഒഴിവ് കഴിവും പറയാൻ നോക്കരുത്. ായിരുന്നു. അയ്യോ, കട്ടിയുണ്ടായിരുന്നല്ലോ. അത് സാരമില്ല, അവൻ ഇനിയും വിളിച്ചോളും. രാമേട്ടൻ വാ അകത്തോട്ട് ഇരിക്കും. രാമേട്ടാ, വിശാഖം കൂടി അറിയേണ്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്താ രാമേട്ടാ? നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധത്തിലാവാൻ പോവാണല്ലോ. അത് ഒന്നുകൂടി ഉറപ്പിച്ചാലോ എന്നൊരു ആലോചന. സിദ്ധാർത്ഥിന്റെ നിമിഷയുടെയും കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. നന്നായി. ആ, ഇതെങ്ങനെ അങ്ങോട്ട് പറയണോന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞങ്ങള്. ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്ന കാര്യം നിള പറഞ്ഞാ ഞാൻ അറിയുന്നത്. ഞാൻ അറിയാൻ വൈകിയെന്നേ ഉള്ളൂ. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്കിത് നടത്താൻ രാമേട്ടാ. കുട്ടികളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പിന്നെ ചെറിയൊരു ആഗ്രഹമുണ്ട്. തടസ്സം ഉണ്ടെങ്കിൽ പറയണം. എന്താ രാമേട്ടാ? നിളയും വിശാഖനും തമ്മിലുള്ള വിവാഹത്തോടൊപ്പം തന്നെ ഇതും കൂടി നടത്താമെന്ന ആലോചന. അത് സന്തോഷമുള്ള കാര്യല്ലേ? എന്തായാലും രാമേട്ടന്റെ കുട്ടികൾ രണ്ടുപേരും ഈ വീട്ടിൽ മരുമക്കളായിട്ട് വരാൻ പോവല്ലേ. അത് ഒരു ദിവസം തന്നെയായ ഇരട്ടി സന്തോഷം. നിശ്ചയം ഉടനെ നടത്തണമെന്നുണ്ട്. വിശാഖിന്റെ കാര്യം അവനെ നോക്കണ്ട. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ അവൻ വന്നാ ഭാഗ്യം. അക്കാര്യത്തിൽ തർക്കിച്ചോണ്ടിരിക്കുവായിരുന്നു ഫോണില്. അപ്പോ അങ്ങനെ തന്നെ തീരുമാനിക്കല്ലേ? അതെ. സിദ്ധാർത്ഥനെ നേരിൽ കണ്ടൊരു വാക്ക് ചോദിച്ചില്ല. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയേനെ അവൻ. രാമേട്ടൻ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് പറഞ്ഞാ പറ്റില്ല. ഒരു നല്ല കാര്യം ആലോചിക്കാൻ വന്നിട്ട്. ദേവു ആരാ അവള്? സൗന്ദര്യ ദേവതയോ? അവളുടെ ഫോട്ടോ കാണാനുള്ള യോഗ്യത പോലും എനിക്കില്ലാത്ര. അവളുടെ കാലിൽ പുരളുന്ന മൺതരയുടെ പോലും വിലയില്ലാന്ന് ആരോടാ പറയുന്നെന്ന് അറിയാവോ? ഈ എന്നോട്. MP വിശ്വനാഥ മേനോന്റെ പെങ്ങൾ കാർത്തിക മേനോനോട്. മേഡം ഒന്ന് അടങ്ങണം. മേഡത്തിനിപ്പോ എന്താ വേണ്ടത്? ദേവുവിന്റെ ഫോട്ടോ കാണണം. ആളെങ്ങനെയാണെന്ന് അറിയണം. അത്രയല്ലേ വേണ്ടൂ. നിന്നോടല്ലേ പറഞ്ഞത് സൂര്യൻ എന്നെ ആ വീട്ടിൽ കയറാൻ സമ്മതിച്ചില്ലെന്ന്? ഒരു വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ പാതിരാത്രി ഓട് പൊളിക്കാനൊന്നും പോകണമെന്നില്ല മേഡം. മുൻവാതിൽ പൂട്ടിയിരിക്കുകയാണെങ്കിൽ തുറന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും വാതിലുണ്ടോ എന്ന് അന്വേഷിക്കണം.
നീ പറഞ്ഞത് ശരിയാ. സൂര്യന്റെ കൂടെ നടക്കുന്ന ആ ബംഗാളി, അയാളൊരു പൊട്ടനാ. അതാ നീ പറഞ്ഞ വാതില്. പക്ഷേ നിന്റെ സഹായം കൂടെ എനിക്ക് വേണ്ടി വരും ഈ കാര്യത്തില്. ആ മിക്കവാറും അത് ഉടനെ ഉണ്ടാവും. എന്റെ മാരേജിനോടൊപ്പം തന്നെ. ആ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ഓഫീസിലേക്കല്ല, പിന്നെ? ഓർഫണേജ് വരെ ഒന്ന് പോകണം. മദർ എന്നെ വിളിച്ചു. എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അതിനാണോ നിന്നോട് ഓഫീസിൽ പോണ്ടെന്ന് പറഞ്ഞത്? നിന്നെ കൊണ്ടിവിടെ ആവശ്യം ഉണ്ടായിട്ടല്ലേ? എന്നെ കൊണ്ട് ഇവിടെ എന്ത് ആവശ്യമെന്നിളേ? കല്യാണക്കാരെ ആലോചിക്കുന്നതിന് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിമിഷേ, ആലോചിക്കുന്നത് നിന്റെ സിദ്ധാർത്ഥന്റെ കല്യാണോ, അല്ലാതെ അയൽക്കാരുടെ അല്ല. കല്യാണത്തിന് ഞാൻ സമ്മതം പറഞ്ഞല്ലോ. പിന്നെ ആ സിദ്ധാർത്ഥനാണെങ്കിൽ 100 മനസ്സാ. ഇനി എന്തായാലും ഇത് തന്നെ അങ്ങ് നടക്കട്ടെ. അതെന്താടി വേറെ ആരുടെങ്കിലും വിവാഹത്തിന്റെ കാര്യം പറയുന്ന പോലെ?